അമ്മയെ പുകച്ച് പുറത്തേ അടിച്ചു. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് വേലക്കാരിയെ പ്രതിഷ്ഠിച്ചു. വേലക്കാരി, കുടുംബനാഥൻ, മക്കൾ. ഇങ്ങനെയാണോ ഒരു കുടുംബം? ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്രയും കാലം അവള് ബാലേന്ദ്രന്റെ മകളാണെന്ന് കള്ളക്കഥ പറഞ്ഞു നടന്നു. അവസാനം അത് പൊളിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും അവളാ അവിടുത്തെ രാജകുമാരി. നിന്റെ മക്കളും അവളെ അംഗീകരിച്ചില്ലേ? കണ്ണും കൈയും ചിരിയും കാണിച്ച് മയക്കാൻ കഴിവുള്ള പെണ്ണുങ്ങള് എക്കാലത്തും ഉണ്ടായിരുന്നു ഗംഗേട്ട. ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടുത്തെ വേലക്കാരി എന്റെ മക്കളെയും കൊണ്ട് വേറൊരു വേലക്കാരിയുടെ വീട്ടിൽ പോയേക്കുന്നു. ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? വേലക്കാരി എന്നുള്ള ചിന്ത നീ ആദ്യം മനസ്സിൽ നിന്ന് എടുത്ത് കള. അതിന് താഴെ വേറെ വല്ല വാക്കുണ്ടോ? തൂപ്പുകാരി എന്ന് വിളിക്കാം, അവക്ക് ചേരും. വൈജയ്, ഞാൻ നിന്നോട് കലഹിക്കാനോ നിന്നെ മര്യാദ പഠിപ്പിക്കാനോ വന്നതല്ല. ഒരു സത്യം ഞാൻ പറയാം. അലീന കടപ്പാട്ടൂർന്ന് പോയാൽ നിന്റെ കുടുംബം പിടിച്ചാ കിട്ടാത്ത പോലെ ചെതറിപ്പോവും. നിനക്കതാണോ വേണ്ടത്? തുമ്മിയാ തെറിക്കുന്ന മൂക്ക് വെച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല ഗംഗേട്ടാ. തെറിക്കുന്നതൊക്കെ അങ്ങ് തെറിച്ച് പോട്ടെ. കൃഷ്ണമോൾ ഒഴികെ ബാക്കി 2 പേർക്കും പ്രായപൂർത്തിയായി. അവർക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇനി എന്റെ ഇഷ്ടത്തിന് ഞാനൊന്ന് ജീവിക്കട്ടെ. നിന്റെ ഇഷ്ടത്തിന് ആ വീട്ടിൽ നിനക്ക് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. അലീന അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് നീ 3 മാസം തികച്ച് ആ വീട്ടിൽ ജീവിക്കില്ല. വേണ്ടെന്നേ, ഞാൻ ഇറങ്ങിപ്പോക്കോളാം. എനിക്ക് അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടാ മതി. അതിനുശേഷം എന്ത് വന്നാലും ഞാൻ അനുഭവിച്ചോളാം. അലീന ആ വീട്ടിൽ നിന്ന് പോവുകയും നീ തിരികെ ആ വീട്ടിൽ ചെല്ലുകയും ചെയ്യുമ്പോൾ ബാലേന്ദ്രൻ പഴയ പോലെ നിന്നെ സ്നേഹിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? എനിക്ക് ബാലേന്ദ്രന്റെ സ്നേഹം വേണ്ട. അല്ലെങ്കിൽ എപ്പോഴാ അയാൾ എന്നെ സ്നേഹിച്ചിട്ടുള്ളത്? വൈജയ്, നീ നിന്നെ തിരിച്ചറിയുന്നില്ല. അതാണ് നിന്റെ കുഴപ്പം. നിനക്കാണ് ആരോടും സ്നേഹമില്ലാത്തത്. ബാലേന്ദ്രനോടില്ല, മക്കളോടില്ല, പെറ്റ തള്ളയോടില്ല, ആങ്ങളമാരോടുമില്ല ഒരു തരിമ്പ് സ്നേഹം. നീ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമാ. സമ്മതിച്ചു. ഞാൻ എന്നെങ്കിലും സ്നേഹിച്ചോട്ടെ. നീ ഒരു വിധത്തിലും വിവരമുള്ളവർ പറയുന്നത് അംഗീകരിക്കില്ലല്ലേ? അലീനെ ഞാനും കൂടി ആ വീട്ടിൽ പറ്റത്തില്ല ഗംഗേട്ടാ. ഞാൻ ജീവനോടിരിക്കുമ്പോ സമ്മതിക്കത്തില്ല. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, എന്നോടും പറയണ്ട. അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല. ഗംഗേട്ടാ,